നമസ്കാരം. ഷിബിഡിച്ചൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ഈ വർഷത്തെ 6ാം ക്ലാസ്സിലെ പാഠപുസ്തകം, അതായത് മാറിയ കേരള പാഠാവലിയിലെ ആദ്യ പാഠത്തിലേക്ക് പോകാം. അതിൻ്റെ നോട്ട് കൂടെ എൻ്റെ പുറകിൽ ചേർത്തിട്ടുണ്ട്. ഒന്നാമത്തെ യൂണിറ്റ് അമൃതം നുകരം എന്ന യൂണിറ്റാണ്. അതിനകത്ത് പല ചിത്രങ്ങളാണ് കൊളാഷായിട്ട് ചേർത്തിരിക്കുന്നത്. ബ്രെഡിൻ്റെ പടമുണ്ട്, അതുപോലെ കറി ഉണ്ടാക്കുന്ന ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇഡലിയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു ചിത്രമുണ്ട്. പിന്നെ ചപ്പാത്തി പരത്തുന്ന ചിത്രം. അങ്ങനെ ആഹാര വസ്തുക്കളുടെ വിവിധ തരത്തിലുള്ള ഒരു ഒരുക്കശാലയാണല്ലോ അടുക്കള. അതിന് ചേരുന്ന ഒരു ഇൻട്രഡക്ഷൻ, ഒരു പ്രവേശക ഭാഗമാണ് നൽകിയിരിക്കുന്നത്. വിശപ്പിനേക്കാൾ അപ്പം അതിൻ്റെ ആദ്യ ഭാഗത്ത് കാലപ്പകർച്ചകൾ എന്ന ദേവകി നിലയങ്കോടെന്ന നമ്പൂതിരി എഴുത്തുകാരിയുടെ, അതായത് 75ാം വയസ്സിൽ ആണ് അവർ കഥകൾ എഴുത്തു തുടങ്ങിയത് എന്നാണ് ആത്മകഥയിൽ പറയപ്പെടുന്നത്. ദേവകി നിലയങ്കോടിൻ്റെ ചെറുപ്പകാലത്ത് വീട്ടിൽ ആണ് വിദ്യാഭ്യാസം. അന്നത്തെ നമ്പൂതിരി സ്ത്രീകളുടെ, ബ്രാഹ്മണ സ്ത്രീകൾക്ക് വീട്ടിൽ ആണ് വിദ്യാഭ്യാസം ലഭിച്ചിരുന്നത്. അതിനുശേഷം നിരവധി പുസ്തകങ്ങൾ വായിച്ചാണ് സാഹിത്യത്തിൻ്റെ മേഖലകളിലേക്ക് കടന്നു വന്നത്. അപ്പോൾ ദേവകി നിലയങ്കോട് എഴുതിയ പുസ്തകത്തിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എരിശ്ശേരി വയ്ക്കുന്നതിനെ കുറിച്ചാണ് അത് പറയുന്നത്. അപ്പം വിശപ്പിനേക്കാൾ നല്ല കറിയില്ല, അതിൻ്റെ ഒരു ഭാഗം ആദ്യം കൊടുത്തിരിക്കും. ശരിയല്ലേ? സ്നേഹത്തിനേക്കാൾ നല്ല സ്വാദുമില്ല. അപ്പോൾ അടുക്കളയിൽ നിന്ന് സ്നേഹത്തോടെ നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന സാധനങ്ങളാണ് നമ്മുടെ വിശപ്പിനെ കെടുത്തുന്നത്. പിന്നെ വിശപ്പുണ്ടെങ്കിൽ ഏത് കറിയാണെന്നോ എന്നും നോക്കാറില്ല. കറി പോലും ഇല്ലെങ്കിലും നമ്മൾ ചോറ് വെറുതെ ആണെങ്കിലും അല്ലെങ്കിൽ എന്ത് ആഹാരസാധനവും എന്ത് സ്വാദില്ലെങ്കിലും ഇത്തിരി പഴയതാണെങ്കിൽ പോലും നമ്മൾ കഴിക്കും. അപ്പം സദ്യയുടെ പ്രധാന വിഭവങ്ങളിലൊന്നാണ് എരിശ്ശേരി. അത് ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് പറയുന്നുണ്ട്. കായയും ചേനയും കഴുകി നുറുക്കി ഉരുളിയിലിട്ട് മുളക് പൊടി തൂവും. അയവ് കുറച്ചാണ് അതിൽ മുളകും മഞ്ഞളും ചേർക്കേണ്ടത്. അത് ലൈറ്റാക്കിയാണ് മുളകും മഞ്ഞളും ചേർക്കുന്നത്. തേങ്ങ തനിയെ വളരെ മാർദ്ദവത്തിൽ അരച്ചെടുത്ത് മാറ്റി വയ്ക്കും. ഇത് ചെറിയ ഉരുളിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചാണ് അതിൽ പാകപ്പെടുത്തുന്നത്. അപ്പോൾ ഇതൊരു പാചക കുറിപ്പായിട്ടാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ വറവിൻ്റെ പാചകം, അതായത് വെളിച്ചെണ്ണയിലേക്ക് തേങ്ങ അരച്ച് ചേർത്ത് അത് വറുത്തെടുക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ എരിശ്ശേരിയുടെ രുചിയിരിക്കുന്നത്. കുറച്ച് തേങ്ങ അല്പം ജീരകം ചേർത്ത് നന്നായി അരച്ച് വെന്ത കഷ്ണത്തിൽ കലക്കി ഒഴിക്കുന്നു. ഈ കൂട്ടാൻ അധികം തിളയ്ക്കാൻ പാടില്ല. അവിടെ നിന്ന് പോലെയാണ് നമ്മുടെ ഈ പാഠത്തിൻ്റെ ശരിയായ രൂപത്തിലേക്ക് നമ്മൾ എത്തുന്നത്. സ്വാദും മണവും നഷ്ടപ്പെടും. എരിശ്ശേരി കൂടുതൽ തിളച്ചാൽ സ്വാദും മണവും പോകും. സ്ത്രീയുടെ ചിരി പോലെ എരിശ്ശേരി തിളച്ചാൽ മതി എന്നാണ് പ്രമാണം. അപ്പോൾ അവിടെ സ്ത്രീപക്ഷ ഒരു രചനയായി വേണമെങ്കിൽ നമുക്ക് ഇതിനെ കണക്കാക്കാം. പെൺകുട്ടികൾ അധികം ചിരിക്കാൻ പാടില്ല. അപ്പോൾ ആ ഒരു പെണ്ണിൻ്റെ മൃദുലമായ അട്ടഹസിക്കാത്ത പുഞ്ചിരി പോലെ തിളച്ചാൽ മതി പോലും എരിശ്ശേരി തിളയ്ക്കുന്നത് പോലെ പെൺകിടാങ്ങൾ ചിരിക്കാൻ പാടുള്ളൂ എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഈ പ്രമാണത്തിലുണ്ട്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കേണ്ടത് എഴുത്തുകാരിയുടെ ആ ഒരു അസ്വാതന്ത്ര്യം, ആ സമൂഹം അന്ന് സ്ത്രീകൾക്ക് നൽകിയിരുന്ന സ്വാതന്ത്ര്യമില്ലായ്മ എല്ലാം ഈ ഒരു എരിശ്ശേരി പാചകത്തിലൂടെ എഴുത്തുകാരി വെളിയിലാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഭക്ഷണം പാകം ചെയ്യുന്നുള്ള കുറിപ്പ് മാത്രമാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പാചകത്തെക്കുറിച്ച് മാത്രം പറയുന്ന ഒരു കുറിപ്പല്ല ഇത്. പാചകം ചെയ്യലും പാകം തിരിച്ചറിയും, നന്നായിട്ട് പാകം തിരിച്ചറിഞ്ഞ് വേണം വയ്ക്കുക. അല്ലെങ്കിൽ ഇത് നല്ല ഒരു സാധനമായിട്ട് കണക്കാക്കപ്പെടില്ല, നല്ല കറിയായിട്ട് കണക്കാക്കപ്പെടില്ല. ഇതൊക്കെ സ്ത്രീകളുടെ മാത്രം കടമയാണെന്നുള്ള ചിന്ത ഇപ്പോഴും ഉണ്ട്. എരിശ്ശേരി തിളയ്ക്കുന്നത് പോലെയാണോ? തിളയ്ക്കുന്നത് പോലെയേ പെൺകിടാങ്ങൾ ചിരിക്കാൻ പാടുള്ളൂ. ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇതിനകത്തുനിന്ന് എഴുതേണ്ടത്. അപ്പം പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ കൃതി എഴുതപ്പെടുന്നത്. അപ്പം പെൺകുട്ടികൾ നടക്കുന്നത് ഭൂമി അറിയാൻ പാടില്ല, പതുക്കെ നടക്കാവൂ, കാലമർത്തിച്ചവിട്ടി നടക്കാൻ പാടില്ല, ഉറക്കെ ചിരിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള നിയമങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ആ ഒരു എരിശ്ശേരി വെക്കുന്നതിൽ പോലും ആ സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഇവിടെ എഴുത്തുകാരി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇനി അടുക്കള എന്നൊരു കവിതയാണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ളത്. അടുക്കള എഴുതിയിരിക്കുന്നത് TP രാജീവനാണ്. വയൽക്കര ഇപ്പോഴില്ലാത്ത, അതായത് ഇപ്പോൾ വയൽക്കരകളില്ലാത്ത നാടുകളാണ്. പണ്ട് വയലിൻ്റെ കരയിലൂടെ നടന്നു പോകുന്നതൊക്കെ ഗ്രാമചിത്രങ്ങളായിരുന്നു. ഇപ്പോൾ ഗ്രാമങ്ങളിൽ പോലും വയലിൻ്റെ കരയിൽ കൂടെ നടക്കേണ്ട അവസ്ഥയില്ല. നേരെ വലിയ റോഡുകളുണ്ട്, പിന്നെ വയലുകൾ തന്നെ ഇല്ലാതായി പോയ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇവിടെ ഈ കവിത ഭൂമിയുടെ സമൃദ്ധിയെ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കി തരുന്ന ഒരു കവിതയാണ്. അതോടൊപ്പം വിശപ്പിൻ്റെ ആഴത്തെയും ഈ കവിത നമുക്ക് മനസ്സിലാക്കി തരുന്നു.
ജീവിതത്തിൻ്റെ നൈരന്തര്യം ഈ കവിതയിൽ, അതായത് വീണ്ടും വീണ്ടും ജീവിതം പഴയതുപോലെ അമ്മ, അമ്മുമ്മ, അമ്മയുടെ അമ്മ ഇങ്ങനെ ഉള്ളവർ കൈകാര്യം ചെയ്തു പോകുന്ന അടുക്കളയെക്കുറിച്ചാണ് ഇതിനകത്ത് വിവരിക്കുന്നത്. പിന്നെ സമൂഹത്തിലെ വിവേചനം, നല്ല അല്ലെങ്കിൽ പണമുള്ളവൻ, അധികാരമുള്ളവൻ, പ്രതാപമുള്ളവൻ, ജാതിയിൽ കൂടിയവൻ ആഹാരം പാകം ചെയ്ത് ഇഷ്ടംപോലെ കഴിക്കുന്നു, എന്നാൽ ഇപ്പോഴും ദൂരെ ഇരുന്ന് കരയുന്നുണ്ട് അടിസ്ഥാന വിഭാഗം എന്നുള്ളതിനകത്ത് പറയുന്നു. അപ്പോൾ ഈ കവിത ഗദ്യഭാഷയിൽ എഴുതപ്പെട്ട ഒരു കവിതയാണ്. ഭൂമിയുടെ ജൈവ വൈവിധ്യം, അതിൻ്റെ സമൃദ്ധിയൊക്കെ കവിത സൂചിപ്പിക്കുന്നുണ്ട്. നെല്ലും ഗോതമ്പും ചോളവും ബാർലിയും കരിമ്പും മുന്തിരിയും മധുര നാരങ്ങയും മത്സരിച്ച് വിളയുന്ന ഈ താഴ്വരയെക്കുറിച്ചാണ് പറയുന്നത്. ഭൂമിയാകുന്ന താഴ്വരയിൽ നെല്ല് വിളയുന്നുണ്ട്, ഗോതമ്പ് വിളയുന്നുണ്ട്, ചോളമുണ്ട്, ബാർലിയുണ്ട്, കരിമ്പ് വിളയുന്നുണ്ട്, മുന്തിരി വിളയുന്നുണ്ട്, മധുര നാരങ്ങ വിളയുന്നുണ്ട്. ഇപ്പോൾ എന്തെല്ലാം വൈവിധ്യമാർന്ന ഫലങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ആടും കോഴിയും താറാവും പന്നിയും ഒരുമിച്ച് മേയുന്ന ഈ വീട്ടിൽ, ആദ്യം പറഞ്ഞത് ഭൂമിയെക്കുറിച്ച്, ഇനി പറയുന്നത് വീട്. വീട്ടിലാണെങ്കിലോ പല പല തരത്തിലുള്ള ജൈവ വൈവിധ്യമാണ്. അപ്പോൾ ഇത് ആടുണ്ട്, കോഴിയുണ്ട്, പന്നിയുണ്ട്, താറാവുണ്ട്, ഇതെല്ലാം ഈ വീട്ടിൽ ഉണ്ട്. അപ്പോൾ ആ വീട്ടിൽ മറന്നു വെച്ച ഒരു സ്ഥലമുണ്ട്, അല്ലെങ്കിൽ എല്ലാവരും സൗകര്യപൂർവ്വം മറക്കുകയും വിശക്കുമ്പോൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. ഏതാണ്? അടുക്കള. അപ്പോൾ ഈ ഭൂമിയെ ഒരു അടുക്കളയായി കവി ഇവിടെ ചിത്രീകരിക്കുകയാണ്. അപ്പം ടി.പി. രാജീവൻ ഉത്തരാധുനിക കവിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രതീകങ്ങളാണ്, ഇമേജുകളാണ് എപ്പോഴും തന്നെ കവിതകളിൽ ഉപയോഗിക്കുക. ഒരുപക്ഷെ അമ്മയുടെ 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 ജീവിച്ചിരുന്നിരിക്കാൻ പോലും ഇടയില്ലാത്ത അമ്മയുടെ അമ്മയായിരിക്കാം ഈ അടുക്കള കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ ഈ അടുക്കള ഇവിടെ മറന്നു വെച്ചത്. അപ്പം അവിടെ ഒരു എന്താണ് വരുന്നത്? ജീവിതത്തിൻ്റെ നൈരന്തര്യമാണ്, ചാക്രികമായ ചംക്രമണം എന്നൊക്കെ പറയും. അതുപോലെ ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ജീവിതാവസ്ഥയാണ്. ഈ അടുക്കളയുടെ ഓണറായിരിക്കുന്നത് എപ്പോഴും അടുക്കളയുടെ ഉടമസ്ഥർ സ്ത്രീകളാണ്. അപ്പോൾ അതിന് ഇപ്പോഴൊക്കെയാണ് മാറ്റം വന്നത്. എന്നാൽ പോലും അടുക്കള എന്ന് പറയുമ്പോൾ അതിൽ അവസാന വാക്ക് സ്ത്രീ തന്നെയാണ്. അപ്പോൾ അമ്മയുടെ 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 അമ്മ അമ്മുമ്മ, അമ്മുമ്മയുടെ അമ്മയുടെ ജീവിച്ചിരിക്കാൻ പോലും ഇടയില്ലാത്ത, ചിലപ്പോൾ മരിച്ചുപോയ നേരത്തെ മരിച്ചുപോയ ഒരമ്മയുടെയും അതിൻ്റെയും അവരുടെ അമ്മ, അതായത് അങ്ങ് വേരുകളിലേക്ക് ചെല്ലുമ്പോൾ പണ്ടത്തെ തലമുറയിൽപ്പെട്ട ഏതെങ്കിലും ഒരു മുത്തശ്ശി ഇവിടെ എപ്പോഴും ഒരാൾ കറിക്ക് നുറുക്കിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അടുക്കളയിൽ കാണുന്ന പതിവ് കാഴ്ച, കറിക്ക് നുറുക്കുക, മീൻ നന്നാക്കുക, ഇറച്ചി വെട്ടുക, അരിയോ ഗോതമ്പോ വാട്ടിക്കൊണ്ടിരിക്കുക, മല്ലിയോ മുളകോ അരച്ചുകൊണ്ടിരിക്കുക, ഇതിങ്ങനെയുള്ള അടുക്കള പണികളെല്ലാം ഇങ്ങനെ നിരന്തരമായ ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇഞ്ചിയോ പുതിനയോ ചതയ്ക്കുക, ഇഞ്ചിയും പുതിനയൊക്കെ ചതയ്ക്കുന്നത് കറികളിൽ ചേർക്കാനാണ്. അടുപ്പത്തുനിന്ന് തിളയ്ക്കുന്നതിൽ കുറച്ചെടുത്ത് അതിൻ്റെ ഉപ്പും പുളിയൊക്കെ പാകമാണോ എന്ന് നോക്കുക, മധുരം നോക്കുക, ഇതെല്ലാം പാകം നോക്കിക്കൊണ്ടിരിക്കുന്നു. എഴുന്നേറ്റ് കൈ കഴുകിക്കൊണ്ടിരിക്കുന്നു, എന്നിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് കൈ കഴുകുന്നു. അപ്പോൾ ഒന്നിനും ഒരു താമസമില്ലാതെ നിരന്തരമായിട്ടിത് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഇവിടെ എനിക്ക് ഭക്ഷണം തരുന്നത് എൻ്റെ അമ്മയാണ്. അപ്പോൾ അമ്മയ്ക്ക് ഭക്ഷണം കൊടുത്ത ആരായിരിക്കും? അമ്മയുടെ അമ്മ. അമ്മയുടെ അമ്മയ്ക്ക് ഭക്ഷണം കൊടുത്ത ആരായിരിക്കും? അവരുടെയും അമ്മ. ഇങ്ങനെ നിരന്തരമായി സ്ത്രീകൾ തന്നെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന അടുക്കളയെ സൂചിപ്പിക്കുന്നു. അതേസമയം ഭൂമിയായി ഇവിടെ അടുക്കളയെ ചിത്രീകരിക്കുമ്പോൾ എല്ലാ മക്കൾക്കും, ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും ഉൾപ്പെടെ ആഹാരം തരുന്ന ഒരു അമ്മയെ നമ്മളവിടെ കാണും. ഇനി വേറൊരു ചോദ്യവും കൂടെ അവിടെ ഉയരുന്നുണ്ട്. അടുക്കള പെണ്ണിൻ്റേത് മാത്രമാണോ എന്നൊരു ചോദ്യവും കൂടെ ഉയർത്തുന്നുണ്ട് കവി. ഇപ്പോൾ അടുക്കളയിൽ തളച്ചിടേണ്ടി വന്ന പെണ്ണിൻ്റെ വേദനയാണ് ഇവിടെ എന്ന് പറയാം. അതോടൊപ്പം ഏതോ ഒരമ്മ മറന്നു വെച്ചതാണെന്നുള്ളൊരു പ്രസ്താവനയിൽ അടുക്കള പെണ്ണിൻ്റേത് മാത്രമാണെന്നൊരു ചിന്തയിലേക്ക്, അതിൻ്റെ ആ ഒരു ബോധതലത്തിലേക്ക് കവി എത്തുകയാണ്. ഒന്നിരിക്കാൻ പോലും സമയമില്ലാത്ത ധൃതി പോലെ നിലത്തും മേശപ്പുറത്തും ബാക്കിയായവ തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. പാത്രം കഴുകി നിരത്തി വെച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം നിരന്തരമായി ചെയ്യുന്ന കർമ്മങ്ങളാണ്. അവൾക്കൊന്നും ഇരിക്കാൻ പോലും സമയമില്ല. മേശപ്പുറത്തും ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ളതെല്ലാം മാറ്റുക, പാത്രം വീണ്ടും വൃത്തിയാക്കുക, പാത്രം കഴുകി നിരത്തി വയ്ക്കുക, ഇങ്ങനെ ജോലികൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയും അടുക്കളയും ചേർത്താണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. ഇപ്പോൾ പാചകപ്പണികളുടെ തിരക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആളുകൾ വന്ന് ആഹാരം കഴിക്കുന്നു, അവർ കഴിച്ചിട്ട് പോകുന്ന പാത്രങ്ങൾ ഈ അമ്മമാർ വീണ്ടും കഴുകി വയ്ക്കുന്നു. അപ്പോൾ അവസാനമില്ലാത്ത ജോലികൾ തുടരുന്ന സ്ത്രീകളുടെ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് നിരന്തരമായ ഒരു പ്രവർത്തനം തന്നെയാണ് ഇതെന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. വച്ചുണ്ടാക്കിയും ഊട്ടിയും ഒക്കെ ജീവിതം മുമ്പോട്ട് പോകുന്നു. അപ്പോൾ ഇത്രയും വലിയതാണ് ഈ ജോലി, വളരെ ബൃഹത്താണ് അടുക്കളയിലെ ജോലി. അപ്പോൾ പുരുഷനും കൂടെ സ്ത്രീയെ സഹായിക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടെ ഇവിടെ എഴുത്തുകാരൻ, കവി പറയുന്നു.
ഇനിയുള്ളത് ഇവിടെ എപ്പോഴും ഒരാൾ വിശന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഭക്ഷണത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് അങ്ങ് പറഞ്ഞു, അത് തയ്യാറാക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു, അടുക്കളയെക്കുറിച്ച് പറഞ്ഞു. ഇനി പറയുന്നത് ഇപ്പോൾ നമ്മളിതെല്ലാം കഴിക്കുമ്പോഴും ഇതെല്ലാം അടുക്കളകളിൽ തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് എവിടെയെങ്കിലും അല്ലെങ്കിൽ ലോകത്തെവിടെയോ ഒരാൾ ഭക്ഷണത്തിന് വേണ്ടി, ഒരാളല്ല, അയാൾ ഈ വിശപ്പ് സഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ പ്രതിനിധിയാണ് ഈ മനുഷ്യൻ. അയാൾ എപ്പോഴും നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. ആരാണെങ്കിലും വിശപ്പടക്കാൻ കഴിയാത്ത മനുഷ്യർ ധാരാളമുള്ള ഇടമാണ് ഭൂമി എന്ന തിരിച്ചറിവാണ് അവിടെ നൽകുന്നത്. അപ്പം വിശപ്പടക്കാൻ വേണ്ടി എല്ലാവരും കൂടെ ചേർന്ന് അടുക്കളയിൽ ഇത്രയും പാചകമൊക്കെ നടത്തുമ്പോഴും വിശപ്പ് തീരാത്ത നിലവിളിയുള്ള മനുഷ്യരെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ് കവി ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ആ വിശപ്പ് കൊണ്ട് നിലവിളിക്കുന്ന വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആഹാരത്തിൻ്റെ മൂല്യം, അതിൻ്റെ വില നാം തിരിച്ചറിയുകയും അതിനെ മാനിക്കുകയും ചെയ്യുക എന്നൊരു സന്ദേശം കവിത നൽകുന്നു. ഇപ്പോൾ ഈ കവിതയെക്കുറിച്ച് പറയുന്ന ഒരു ഗദ്യഭാഷയാണ്, സംസാര ഭാഷയിലാണ് ഈ കവിത എഴുതിയിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഭൂമിയുടെ ജൈവ വൈവിധ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ഭൂമി തന്നെയാണ് നമ്മളെ എല്ലാവരെയും ഊട്ടുന്നത് എന്ന് പറയുന്നുണ്ട്. ഭൂമിയിലെ വിവിധ ജീവജാലങ്ങളുടെ കലവറയാണ് ഭൂമിയെന്ന് നമുക്കൊരു ബോധം നൽകുന്നുണ്ട്. അതോടൊപ്പം ജീവിതം നിരന്തരമായി ഒരേപോലെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീകളെക്കുറിച്ച് പറയുന്നു. എന്നാൽ അതുപോലെ വിശന്ന് നിലവിളിക്കുന്ന ദരിദ്രനെ കുറിച്ച് പറയുന്നു. ഇതെല്ലാം വളരെ വ്യക്തമായി പല പ്രതീകങ്ങളിലൂടെ ആവിഷ്കരിക്കാൻ കവിക്ക് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ കവിത വന്ന് അവസാനിക്കുമ്പോൾ ഇവിടെ എപ്പോഴും ഒരാൾ നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു. അത് മൂർച്ചയുള്ള ഒരു വാക്കായിട്ട് നമ്മുടെ നെഞ്ചിലേക്ക് തറയ്ക്കുമ്പോഴാണ് കവിത അവസാനിക്കുന്നത്. അപ്പം ഗദ്യഭാഷയുടെ സാധ്യതയാണ് ഈ ഒരു കവിത നമുക്ക് നൽകുന്നത്. അതോടൊപ്പം ഭൂമിയുടെ ജൈവവൈവിധ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ജീവജാലങ്ങളുടെ വ്യത്യസ്തതയെക്കുറിച്ച് പറയുന്നുണ്ട്. ഭക്ഷ്യ സാധനങ്ങളുടെ വ്യത്യസ്തതയെക്കുറിച്ച് പറയുന്നുണ്ട്. അടുക്കളയിലെ തിരക്കുകളെക്കുറിച്ച് പറയുന്നുണ്ട്. സ്ത്രീകൾക്ക് മാത്രമേ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ജോലികളെക്കുറിച്ച് പറയുന്നു. അതോടൊപ്പം ഏറ്റവും വലിയൊരു കാര്യം പറയുന്നത് എന്താണ്? നമ്മളിതൊക്കെ തിന്നുകയും കുടിക്കുകയും ചെയ്യുമ്പോഴും ആഹാരത്തിന് മൂല്യം, വില കൽപ്പിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഒരു തരി ആഹാരത്തിന് വേണ്ടി വിശന്ന് നിലവിളിക്കുന്ന ധാരാളം പേരുള്ള ഭൂമിയിലാണ് നാം ജീവിക്കുന്നത് എന്ന തിരിച്ചറിവാണ് കുട്ടികളിലേക്ക് നാം നൽകേണ്ടത്. അപ്പം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന ആഹാരത്തിന് യാതൊരു തരത്തിലുള്ള കംപ്ലൈൻറ്റും നമ്മൾ പറയില്ല എന്നുള്ളതാണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആഹാരത്തിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞൊരു തലമുറയായിരുന്നു നമുക്ക് മുമ്പുണ്ടായിരുന്നത്. അപ്പോൾ അത്തരം മൂല്യങ്ങളിലേക്ക് നമ്മൾ തിരിച്ചെത്തുക എന്നൊരു സന്ദേശവും കൂടെ നൽകിക്കൊണ്ടാണ് കവിത അവസാനിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അവസാന ഭാഗത്തിൻ്റെ നോട്ടുകൂടെ ചേർക്കാം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീബ ടീച്ചർ.